പശ്ചിമേഷ്യയുടെ ആകാശം കത്തിയെരിയുകയാണ്. രാവും പകലും ഭേദമില്ലാതെ ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ മണ്ണിലേക്ക് അഗ്നിവർഷം നടത്തിക്കൊണ്ടിരിക്കുന്നു. മൊസാദിന്റെ തന്ത്രങ്ങൾക്കും IDFന്റെ മിസൈലുകൾക്കും മുന്നിൽ ഇറാൻ എന്ന വൻമരം കടപുഴകി വീഴുമെന്ന് പലരും കരുതി. പക്ഷേ ഇസ്രയേലിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു. വിചാരിച്ചതുപോലെ ഇറാൻ വീണില്ല. ബോംബുകൾക്ക് തകർക്കാൻ കഴിയാത്തത്ര ആഴത്തിൽ ഭൂമിക്കടിയിലെ കോൺക്രീറ്റ് ബങ്കറുകളിൽ ഇറാന്റെ സൈനിക കരുത്ത് ഇപ്പോഴും സുരക്ഷിതമാണ്. ആകാശം കീഴടക്കിയതുകൊണ്ട് മാത്രം ഒരു രാജ്യത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് ഇസ്രയേലിനും അവരുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയ്ക്കും ബോധ്യപ്പെടുന്ന നിമിഷമായിരുന്നു അത്. ഒരു രാജ്യത്തെ കീഴടക്കാൻ മണ്ണിലിറങ്ങി പോരാടുന്ന സൈനികർ തന്നെ വേണം. എന്നാൽ ഇറാന്റെ ദുർഘടമായ ഭൂപ്രകൃതിയിലേക്ക് അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ സൈനികരെ പറഞ്ഞയക്കുന്നത് ആത്മഹത്യയാണെന്ന് ഡൊണാൾഡ് ട്രംപിന് നന്നായി അറിയാം. അവിടെയാണ് അതിബുദ്ധിമാനായ ഒരു വേട്ടക്കാരനെ പോലെ അമേരിക്കൻ പ്രസിഡന്റ് തന്റെ പുതിയ കരുനീക്കം നടത്തുന്നത്. സ്വന്തം സൈന്യത്തെ ഇറക്കാതെ ഇസ്രയേലിന് വേണ്ടി ഇറാനെ ഉള്ളിൽ നിന്ന് തന്നെ തകർക്കുക. അതിനായി ട്രംപ് ഉറ്റുനോക്കിയത് ഇറാഖ് ഇറാൻ അതിർത്തിയിലെ സാഗ്രോസ് പർവ്വതനിരകളിൽ ഉറങ്ങിക്കിടക്കുന്ന പോരാളികളിലേക്ക്. പതിറ്റാണ്ടുകളായി ഇറാന്റെ നെഞ്ചിലേക്ക് കനലെരിയുന്ന ഒരു പകയുമായി ജീവിച്ചിരിക്കുന്നവരിലേക്ക്, അതെ, കുർദുകളിലേക്ക്. ആരാണ് ഇസ്രയേലിനും അമേരിക്കയ്ക്കും വേണ്ടി ആയുധമെടുക്കാൻ പോകുന്ന ഈ കുർദുകൾ? ഭൂപടത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും കുർദിസ്ഥാൻ എന്നൊരു രാജ്യം കാണാൻ കഴിയില്ല. ലോകത്ത് സ്വന്തമായി ഒരു രാജ്യമില്ലാത്ത സിറിയ, ഇറാൻ, ഇറാഖ്, തുർക്കി എന്നീ 4 രാജ്യങ്ങളുടെ അതിർത്തികൾക്കുള്ളിലായി ചിതറിത്തെറിച്ചു പോയ 3.5 കോടി മനുഷ്യർ. അവർക്കൊരു ചരിത്രമുണ്ട്, വഞ്ചനയുടെയും ചോരയുടെയും ചരിത്രം. 1920-ൽ 1ാം ലോകമഹായുധം അവസാനിച്ചപ്പോൾ പാശ്ചാത്യ ശക്തികൾ ഈ ജനതയ്ക്ക് സ്വന്തമായി ഒരു രാജ്യം വാഗ്ദാനം ചെയ്തിരുന്നു. സെവ്രസ് ഉടമ്പടി എന്ന കടലാസ് കഷ്ണത്തിൽ അവർ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ സ്വപ്നങ്ങൾ നെയ്തു. പക്ഷേ പിന്നീട് ലോകശക്തികൾ ആ വാഗ്ദാനം കാറ്റിൽ പറത്തി. അവരുടെ മണ്ണ് വെട്ടിമുറിക്കപ്പെട്ടു. പിന്നീട് 1946-ൽ ഇറാന്റെ മണ്ണിൽ കുർദുകൾ സ്വന്തമായി ഒരു രാജ്യം പ്രഖ്യാപിച്ചു, റിപ്പബ്ലിക് ഓഫ് മഹാബാദ്. എന്നാൽ ആ സ്വാതന്ത്ര്യത്തിന് വെറും 11 മാസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇറാന്റെ സൈന്യം അവിടെ ഇരച്ചു കയറി, 10,000-ങ്ങളെ കൊന്നൊടുക്കി. അവരുടെ നേതാക്കളെ നഗരമധ്യത്തിൽ കെട്ടിത്തൂക്കി. അന്ന് മഹാബാദിലെ തെരുവുകളിൽ വീണ ചോരയുടെ പക കുർദുകൾ ഇന്നും മറന്നിട്ടില്ല. ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗറില്ല പോരാളികളാണ് കുർദുകൾ. ഇറാഖിലെ കുർദിഷ് സൈന്യത്തിന് ഒരു പേരുണ്ട്, പെഷ്മർഗ. മരണത്തെ മുഖാമുഖം കാണുന്നവരെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അവർക്ക് വലിയ സൈനിക അക്കാദമികളില്ല. ജനിച്ചു വീഴുന്ന മലനിരകളാണ് അവരുടെ പാഠശാല. ലോകത്തെ വിറപ്പിച്ച ISIS ഭീകരരെ സിറിയയിലും ഇറാഖിലും തുരത്തിയോടിച്ചതിന് പിന്നിൽ ഈ പെഷ്മർഗ പോരാളികളുടെ ചോരയുണ്ട്. അതിലും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ചയുണ്ട്. YPJ എന്നറിയപ്പെടുന്ന അവരുടെ സ്ത്രീ സൈന്യം. ഒരു സ്ത്രീയുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടാൽ സ്വർഗം ലഭിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന ISIS ഭീകരർക്ക് മുന്നിലേക്ക് നെഞ്ചുവിരിച്ച് തോക്കേന്തി നടന്നെടുത്തവരാണ് കുർദിഷ് പെൺകുട്ടികൾ. അവർക്ക് ഈ യുദ്ധം വെറുമൊരു അതിർത്തി തർക്കമല്ല, നൂറ്റാണ്ടുകളായുള്ള അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള ഒരു അതിജീവനമാണ്. ഇസ്രയേലിന്റെ മിസൈലുകൾക്ക് മുന്നിൽ ഇറാൻ വീഴാതിരുന്നപ്പോൾ ട്രംപ് നേരിട്ട് ഡയൽ ചെയ്തത് എർബിലിലെ കുർദിഷ് നേതാക്കളായ മസൂദ് ബർസാനിയുടെയും ബാഫൽ തലബാനിയുടെയും സ്വകാര്യ ഫോണുകളിലേക്കാണ് എന്നാണ് CNN അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫലമായി ഇറാഖ് ഇറാൻ അതിർത്തിയിൽ ഇപ്പോൾ CPF-IK എന്ന പുതിയ സഖ്യം രൂപം കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ ആകാശയുദ്ധത്തിന് കരുത്തേകാൻ അമേരിക്ക ഒരുക്കുന്ന ഒരു കൊലയാളി സംഘമാണിത്. ഇറാന്റെ ചെങ്കുത്തായ മലനിരകളിൽ അമേരിക്കൻ ഇസ്രയേൽ സൈന്യത്തിന് വഴികാട്ടാൻ കുർദുകൾക്ക് കഴിയും. പകരമായി ട്രംപ് അവർക്ക് നൽകുന്നത് അത്യാധുനിക ടാങ്ക് വിരുദ്ധ മിസൈലുകളും ഡ്രോണുകളുമാണ്. ഇറാന്റെ ജനസംഖ്യയിൽ 10% വരുന്ന കുർദ് വംശജരെ കൂടി തങ്ങൾക്കൊപ്പം നിർത്തി ഇറാനിൽ ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിക്കാനാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും മാസ്റ്റർ പ്ലാൻ. കുർദുകൾക്കിടയിൽ തലമുറകളായി കൈമാറി വരുന്ന ഒരു ചൊല്ലുണ്ട്, പർവ്വതങ്ങളല്ലാതെ തങ്ങൾക്ക് മറ്റ് സുഹൃത്തുക്കളില്ല. ലോകം കൈവിടുമ്പോഴെല്ലാം അവരെ ഒളിപ്പിച്ചതും സംരക്ഷിച്ചതും ആ മലനിരകളായിരുന്നു. അമേരിക്ക അവരെ സഹായിക്കുന്നത് കുർദുകളോടുള്ള സ്നേഹം കൊണ്ടല്ല, ഇസ്രയേലിന്റെ യുദ്ധം ജയിക്കാനുള്ള ഒരു ചട്ടുകമായി തങ്ങളെ ഉപയോഗിക്കുകയാണെന്ന് കുർദ് നേതാക്കൾക്കും നന്നായി അറിയാം. ചരിത്രം എപ്പോഴും ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നുണ്ട്. പണ്ട് സോവിയറ്റ് യൂണിയനെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തുരത്താൻ അമേരിക്ക ആയുധം നൽകി വളർത്തിയവരാണ് പിന്നീട് അമേരിക്കയുടെ തന്നെ വലിയ ശത്രുക്കളായി മാറിയത്. വിചാരിച്ചതുപോലെ ഇസ്രയേലിന് മുന്നിൽ ഇറാൻ വീഴാതിരുന്നപ്പോൾ പകരം കുർദുകളുടെ കൈകളിൽ അമേരിക്ക ആയുധം വെച്ചു കൊടുക്കുമ്പോൾ അത് ഇറാന്റെ പതനത്തിൽ അവസാനിക്കുമോ? അതോ പശ്ചിമേഷ്യയെ ഒന്നാകെ ചാമ്പലാക്കുന്ന മറ്റൊരു വലിയ ആഭ്യന്തര യുദ്ധത്തിന് തിരികൊളുത്തുമോ? ഇന്ന് കാലം തെളിയിക്കും. അതിർത്തികളിൽ കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു, വെടിമരുന്നിന്റെ ഗന്ധമുള്ള കാറ്റ്.